Hello viewers, namaste, welcome back to my new video. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വീഡിയോയിൽ കാണിക്കുന്ന മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഇൻട്രാഡേ പെർഫോമൻസ് ആണ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഇന്ന് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോയിൽ നമുക്ക് 3 സിഗ്നൽസ് ആണ് സോഫ്റ്റ് തന്നത്. പക്ഷേ അതിൽ 2 സിഗ്നൽ നമ്മൾ എടുത്താൽ മതിയായിരുന്നു. കാരണം നമുക്ക് ഇടയ്ക്ക് വന്നൊരു ട്രേഡ് കൺഫേം അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കൺഫേം സിഗ്നൽസ് എങ്ങനെ പിക്ക് ചെയ്യാം ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാനോ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തുള്ള വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. മുത്തൂറ്റിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആണ് ഏറ്റവും മേൽ റൺ ചെയ്യുന്ന 2946. അപ്പോൾ ഇത് ഈ ഒരു റെഡ് ഡൗൺ ആരോ ഉണ്ട്, അത് സെല്ല് ചെയ്യാനുള്ളതും ഗ്രീൻ വരുന്ന ബൈഡ് ഇൻഡിക്കേഷൻ ആണ്. സിഗ്നൽ ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ അലേർട്ട് മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻ വരും. സെയിം ഡീറ്റെയിൽസ് മേഖലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കും. നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന സെല്ല് എടുക്കാം. ഈ സെല്ല് വന്നിരിക്കുന്നത് 2949 അപ്പോൾ ഈ സെല്ല് ആരോ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും സൗണ്ടോടുകൂടി. അപ്പം നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുന്നായിട്ട് അത് കൺഫേം ആണെന്ന് നോക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സെൽ സിഗ്നലാണ് വരുന്നതെങ്കിൽ സെല്ലിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആരോ വന്നതിന് ശേഷം ഏറ്റവും താഴത്തോട്ട് നോക്കുക. പ്രൈസ് ഇവിടെ എന്തായിരിക്കണം, സെൽ സോണിൽ തന്നെ കാണിക്കണം, പ്രൈസ് ഇൻ സെൽ സോൺ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴ്ത്തിയിട്ട് ബാർ കണ്ട നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. ആ ബാർ എന്തായിരിക്കണം, സിഗ്നലിൻ്റെ ഫേവറിലായിരിക്കണം. സെല്ലാണെങ്കിൽ അത് റെഡ് തന്നെ ആയിരിക്കണം. അപ്പോൾ 2 കൺഫർമേഷനുള്ള ട്രേഡുകൾ നമ്മൾ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ 2949 നമുക്ക് ട്രേഡ് വന്നപ്പോൾ താഴത്തോട്ട് നോക്കി 2943, 37, 32 ഇങ്ങനെ 3 ടാർഗറ്റ് ഉണ്ട്. ഈ ടാർഗറ്റിലാണ് സോഫ്റ്റ്വെയർ പറയുന്നത് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ടാർഗറ്റ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യണം. അതുപോലെ സ്റ്റോപ്പ് ലോസും ഉണ്ടാവുക, അത് ട്രെയിലിംഗ് ആണ്. ഇപ്പം നോക്കിയാൽ നമുക്ക് ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുക, അതായത് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മേ ബി നമുക്കിവിടെ ഒരു ബൈ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബൈ വരാണെങ്കിൽ ഗ്രീൻ കളറിൽ ഇതുപോലെ ബൈസൈക്കിൾ വരും. ആരോ വന്ന ശേഷം കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. കൺഫർമേഷൻ ബൈ ആണെങ്കിൽ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ തന്നെ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്തായിരിക്കണം, ബൈ ആണെങ്കിൽ ബൈസോടെ തന്നെ വരണം. അതാണ് ഞാൻ പറഞ്ഞത്. രാവിലെ നമുക്കൊരു സെല്ല് വന്ന് അതും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന ബൈ ആണ് നമുക്ക് കൺഫേം ആകാതെ കിട്ടിയത്. പിന്നീട് വന്ന സെല്ലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ബാർ ഞാൻ പറയാം സിഗ്നലിൻ്റെ ഫേവറിലായിരിക്കണം. ചിലപ്പോൾ 1-2 ക്യാൻഡിൽ ശേഷം ഒരു കൺഫർമേഷൻ വരുന്ന അവിടെ നമുക്ക് എൻട്രി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു രാവിലത്തെ ട്രേഡ് ണെങ്കിൽ ഇവിടെ സെല്ല് വന്നിരിക്കുന്നത് എന്താണ്, ഈ ഒരു ബ്ലൂ സ്റ്റാർ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത ശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ടിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് അല്ലെങ്കിൽ ബൈ ആണെങ്കിൽ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് വന്ന എൻട്രീസിന് താഴത്തെ ബാർ വേണമെന്നില്ല കേട്ടോ. പ്രൈസ് ഓൺ മാത്രം നോക്കി ഒറ്റ കൺഫർമേഷൻ നോക്കി നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഈ റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റ് ചെയ്യുന്നത്, താഴത്തെ ബ്ലൂ സപ്പോർട്ടുമാണ്. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ സൈഡ് വേസിൻ്റെ ഇൻഡിക്കേഷൻ കൂടെ സോഫ്റ്റ് കാണിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ച് നിങ്ങളിപ്പോൾ ഒരു ബിഗിനേഴ്സോ പ്രൊഫഷണൽ ട്രേഡേഴ്സോ ആയിക്കോട്ടെ ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ സോഫ്റ്റ്വെയർ വിൻ ട്രേഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിൻ ട്രേഡിനെ കുറിച്ച് കൂടുതൽ അറിയാനോ പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.